80ഓളം പരീക്ഷാ പേപ്പറുകൾ ചോർന്നിട്ടുണ്ടെന്നാണ് അറിവ്. അതിലേറ്റവും പ്രധാനമായി ചോർന്നത് നീറ്റിൻ്റെ പരീക്ഷാ പേപ്പറാണ്. അതിന്മേലുണ്ടായ പുകിലുകളൊക്കെ നമുക്കറിയാം. ഇന്ന് ജന്തർ മന്ദിറിൽ തടിച്ചുകൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്കത് കണ്ടിട്ട് ഒരു തെറ്റായിട്ട് തോന്നിയില്ല. കാരണം കൃത്യമായ കാര്യങ്ങളാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. മുമ്പൊക്കെ ട്രെയിനൊന്നും അറിഞ്ഞാൽ പോലും അതിൻ്റെ വകുപ്പ് മന്ത്രി രാജിവെച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇത്രയും വലിയ സ്കാം നടന്നിട്ട് അത് ഞങ്ങൾ ഉടൻ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചില്ലേ, ഉടൻ തന്നെ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തില്ലേ, കുറ്റവാളികളെ പിടിച്ചില്ലേ? ഇതൊക്കെ ആരോടാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ ഈ അന്വേഷണമൊക്കെ പ്രഹസനമാണെന്നും ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കത്തില്ലെന്നും ഇവിടുത്തെ സാധാരണക്കാർക്കറിയാം. തെരുവിൽ സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ച് അക്രമാസക്തരാക്കാൻ ശ്രമിക്കുക, എന്നിട്ടവരെ രാത്രി കൊണ്ട് അതിക്രൂരമായി അടിച്ചൊതുക്കുക. എന്നിട്ടോ ഇതും പോരാഞ്ഞിട്ട് എയർഗൺ ഉപയോഗിച്ച് പെല്ലറ്റ് കൊണ്ട് വെടിവെക്കുക. എത്രയോ പിള്ളേരുടെ, എത്രയോ കുട്ടികളുടെ, നാളത്തെ വാഗ്ദാനമായ കുട്ടികളുടെ ശരീരത്തിനുള്ളിലേക്ക് എത്രയോ പെല്ലറ്റുകൾ കയറിപ്പോയി. വളരെ മോശമാണ്. കേന്ദ്ര സർക്കാർ ഈ ചെയ്യുന്ന നടപടികൾ വളരെയധികം പ്രതിഷേധാർഹമാണ്.